അബൂസലമ എന്ന മഹാൻ പറയുന്നു, ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. എനിക്കൊരു വേലക്കാരനുമുണ്ടായിരുന്നു. ഒരു ദിവസം അവനെ ചരക്കുകൾ വാങ്ങാൻ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചു. തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു അത്ഭുതം കണ്ടു. അങ്ങാടിയിൽ മയ്യത്ത് കട്ടിലിൽ ഒരു മയ്യത്തിനെ കിടത്തിയിരിക്കുന്നു. മയ്യത്തിൻ്റെ നെഞ്ചത്ത് ഒരു ഇഷ്ടിക വെച്ചിരിക്കുന്നു. പക്ഷേ ആരും മയ്യത്തിനെ പരിഗണിക്കുന്നില്ല, കഫം ചെയ്യുന്നില്ല, മറ്റു കർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ അങ്ങാടിയിലേക്ക് ചെന്നു. എൻ്റെ അടിമ എന്നോട് പറഞ്ഞതുപോലെ ഒരു മയ്യത്തിനെ അങ്ങാടിയിൽ കിടത്തിയിരിക്കുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ഇദ്ദേഹം ആരെന്ന് അന്വേഷിച്ചു. എനിക്ക് ലഭിച്ച മറുപടി, നല്ല മനുഷ്യനാണ്, ദുനിയാവിൻ്റെ ആഡംബരങ്ങൾ ഒഴിവാക്കി ജീവിക്കുന്ന ആളാണ്. പിന്നെ എന്ത് സംഭവിച്ചു? ഏതായാലും ഞാൻ ഒരു കഫം തുണി മേടിക്കുകയും ഖബർ കുഴിക്കാൻ ഖബർസ്ഥാനിലേക്ക് ആളെ വിടുകയും ചെയ്തു. പെട്ടെന്ന് മയ്യത്ത് എണീറ്റു നിന്ന് ശബ്ദമുണ്ടാക്കുന്നു. എന്നിട്ട് പറയുന്നു, നരകം, നരകം, അള്ളാഹു എന്നോട് ദേഷ്യം പിടിച്ചിരിക്കുന്നു. ഇത് കേട്ട് അവിടെയുള്ളവർ ഓടിക്കളഞ്ഞു. ഈ സമയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വാക്ക് എനിക്ക് ഉപകാരം ചെയ്യുന്നില്ല. കാരണം ഞാൻ മുത്തുനബിയുടെ കൂട്ടുകാരായ സിദ്ദീഖുൽ അക്ബറിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും ദേഷ്യം വെക്കുന്ന ആളാണ്. എന്നതുകൊണ്ട് അള്ളാഹു എന്നോട് ദേഷ്യം വെച്ചിരിക്കുന്നു. എൻ്റെ സ്ഥാനം നരകമാണ്. അള്ളാഹു എന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ജീവിപ്പിച്ചത് നിങ്ങളോട് എൻ്റെ കഥ പറഞ്ഞു തരുവാനും ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുവാനും വേണ്ടിയാണ്. മഹാന്മാരെ ചീത്ത പറഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.